നമുക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നാട്ടിന് വേണ്ടി പല ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട്. ശശി തരൂർ ആദ്യത്തെ പ്രാവശ്യം കുറച്ചൊക്കെ ഇതായിരുന്നു, പിന്നെ ഒന്നും അഡ്രസ് പോലും ഇല്ല. അദ്ദേഹത്തിന് ഒന്നാമത് ഈസ് ആൻ ഹൈലി എഡ്യൂക്കേറ്റഡ് മാൻ ആൻഡ് ഹൈലി കൾച്ചേർഡ് മാൻ, സിറ്റിംഗ് MP, and he knows how to serve country and especially Trivandrum. പ്രവർത്തനം ഈ 15 കൊല്ലത്തിൽ എന്ത് പ്രവർത്തനമാണ് പുള്ളി ചെയ്തിട്ടുള്ള ട്രിവാൻഡ്രത്ത് നമുക്കറിയത്തില്ല. കേരളത്തിന്റെ തലസ്ഥാനം പിടിച്ച് തരൂർ തുടർച്ചയായി 4ാം തവണയും വിജയം നേടിയാൽ അത് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ സർവകാല റെക്കോർഡായിരിക്കും. 4ാമതും തലസ്ഥാനം വിജയിച്ചു കയറാൻ തരൂരിന് ആകുമോ? തരൂരിന്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവിടുത്തെ വോട്ടർമാർക്ക് പറയാനുള്ളത് എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. തരൂർ എന്ന നിലവിലെ തിരുവനന്തപുരം സിറ്റിംഗ് MPക്ക് എത്ര മാർക്ക്? ഒരു അഭിപ്രായ സർവേയിലേക്ക്. സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹത്തിന് ഒന്നാമത് ഈസ് ആൻ ഹൈലി എഡ്യൂക്കേറ്റഡ് മാൻ ആൻഡ് ഹൈലി കൾച്ചേർഡ് മാൻ, സിറ്റിംഗ് MP, and he knows how to serve country and especially Trivandrum. And of course, when compared to other Chandrasekharan and Pandan Ravindran, definitely he will be scoring. Not only here, central also. Congress government will come. നമ്മുടെ ശശി തരൂരിന്റെ ഒരു പ്രവർത്തനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? പ്രവർത്തനം ഈ 15 കൊല്ലത്തിൽ എന്ത് പ്രവർത്തനമാണ് പുള്ളി ചെയ്തിട്ടുള്ള ട്രിവാൻഡ്രത്ത് നമുക്കറിയത്തില്ല. 15 കൊല്ലമായിട്ട് MP ആയിട്ട് ഇരിക്കുന്നുണ്ട്. പുള്ളി ചെയ്തതെന്ന് പറഞ്ഞിട്ട് പുള്ളി ബുക്കൊക്കെ ഇറക്കിയിരിക്കുന്നത്. എന്താണ് ചെയ്തതിൽ പകുതി കൂടുതലും കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഇതുകൂടെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ MPയുടെ ഇതായിട്ട് പുള്ളി എന്തോ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആവപ്പാടെ ചെയ്തിട്ട് 2-3 മറ്റേ സാറ്റലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് പുള്ളി ചെയ്തതായിട്ട് എനിക്ക് കാണുന്നതിന് കണ്ടിട്ടുള്ളത്. ശശി തരൂരിന്റെ ഒരു സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പ്രവർത്തനത്തെ എങ്ങനെ നോക്കിക്കാണുന്നത്? പ്രവർത്തനമൊന്നുമില്ല. ഇവിടെ ഈ ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ കോൺഗ്രസിനാണ് അവർ ചാൻസുകൾ കൂടുതൽ. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾ 1 ബ്ലോക്കായിട്ട് അവർ വോട്ട് ചെയ്യും. അപ്പം ഈ അസംബ്ലി മണ്ഡലം വരുമ്പോൾ LDFനാണ്. അത്രയുള്ളൂ. നമ്മുടെ നിലവിലത്തെ MPയുടെ ശശി തരൂരിന്റെ ആ ഒരു ശശി തരൂർ ആദ്യത്തെ പ്രാവശ്യം കുറച്ചൊക്കെ ഇതായിരുന്നു, പിന്നെ ഒന്നും അഡ്രസ് പോലും ഇല്ല. അദ്ദേഹത്തിന്റെ ഭരണം എങ്ങനെയുണ്ട്? ഭരണം ഇവിടെ എന്തൊരു ഭരണം നടന്നില്ലല്ലോ. തിരുവനന്തപുരത്തെ MP ആയിട്ട് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചതന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ശശി തരൂരിന്റെ സിറ്റിംഗ് MP പ്രവർത്തനം എങ്ങനെയോ എന്ന നിലയിൽ അദ്ദേഹം എങ്ങനെയാ പ്രവർത്തനം? അങ്ങനെ ജയിച്ചു പോയ 5 വർഷം കഴിഞ്ഞിട്ടേ ഇവിടെ വരുള്ളൂ, അതുവരെ വരില്ല. പിന്നെ അവിടെ ഡൽഹിയിലേ ഇരിക്കുകയുള്ളൂ. പിന്നെ 1-2 ഇടത്തിൽ ഉണക്ക ലൈറ്റ് വെച്ചൊന്നും കാര്യമില്ല. ജനങ്ങളവിടെ കാണണം. അങ്ങേരില്ല, അങ്ങേര് പോയാൽ പോക്ക് തന്നെ. പിന്നെ 5 വർഷം കഴിഞ്ഞേ വരുള്ളൂ, ഇലക്ഷൻ സമയത്ത്. പ്രചരണത്തിന്റെ സമയത്ത് ജയിച്ചു കഴിഞ്ഞാൽ ശശി തരൂരിനെ കാണാനില്ല എന്നാ പറയണ ചേട്ടനല്ലേ? അതേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിനും പോവാറില്ല. ഇവിടെ ഇല്ല, അതിന് ആളില്ല. അങ്ങനെ ഡൽഹിയില്ല, അവിടെ എവിടെയെങ്കിലും ഇരിക്കും. 3 വർഷം തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് MP ആയിരുന്നിട്ടും അദ്ദേഹം വലിയ പ്രവർത്തനങ്ങളും നടത്തുന്നില്ല. അദ്ദേഹത്തിനെ കാണാനില്ല ഈ ഒരു തിരുവനന്തപുരം നഗരത്തിലേക്ക് പറയുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ അങ്ങനെ ഉള്ളവരടുത്തും പറയും ശശി തരൂർ ജയിച്ചു കഴിഞ്ഞേ പറയുള്ളൂ, അങ്ങനെ പറയുള്ളൂ. എന്തൊക്കെ പ്രവർത്തനങ്ങളാ അദ്ദേഹം നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? നമുക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നാട്ടിന് വേണ്ടി പല ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്തിട്ടില്ല. നമ്മളൊക്കെ ശിവകുമാർ ജയിച്ചു വന്ന സമയത്ത് ശശി തരൂർ ഉള്ളായിരുന്ന കാലത്ത് നമ്മളെ കരിമടം കോളനി ഒരു ആസ്പത്രി വികസനം ഉണ്ടായി. പിന്നെ പല പല സ്ഥലത്തും പല ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട് ശശി തരൂർ. അതുകൊണ്ട് ശശി തരൂർ ജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് നമുക്ക്. ഇപ്പോൾ ഒരു പാർട്ടിക്കാർ ജയിച്ചു വന്നിട്ട് നമ്മളൊക്കെ കുടുംബത്തിന് ഒരു സഹായം ഇന്ന് വരെയും ചെയ്തിട്ടില്ല. നമ്മൾ ഈ പാടുവിട്ടാണ് കഴിക്കുന്നത്. എന്നാലും എൻ്റെ വോട്ട് ഞാൻ കോൺഗ്രസിനെ കൊടുക്കുകയും ചെയ്യുള്ളൂ. ശശി തരൂർ ജയിച്ചെന്നുള്ള ഒരു ഉറപ്പും. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.